കണ്ണൂർ വളക്കയിലെ സ്കൂൾ ബസ് അപകടത്തിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്തു. അപകട കാരണം ഡ്രൈവറുടെ അനാസ്ഥയെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. അതേസമയം അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിനി നേതയുടെ പൊതുദർശനം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ സന്തോഷ് നൽകും. സന്തോഷ്, നോക്കൂ, ഇന്നലെ ബ്രേക്ക് കിട്ടാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായതെന്നാണ് ഡ്രൈവർ നൽകിയ മൊഴിയെങ്കിൽ ഇന്ന് ഡ്രൈവറുടെ അനാസ്ഥയാണ് ഇത്തരത്തിലൊരു അപകട കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥിനിയുടെ പൊതുദർശനം സ്കൂളിൽ തുടരുകയാണ്. വിവരങ്ങൾ എങ്ങനെ? അനന്യ, ഈ ഡ്രൈവർ പറഞ്ഞിരുന്നത് ബ്രേക്ക് പൊട്ടിയത് കൊണ്ടാണ് അപകടമുണ്ടായത്, ബസ്സിന്റെ നിയന്ത്രണം വിട്ട് മറിഞ്ഞത് എന്നായിരുന്നു ഡ്രൈവറുടെ മൊഴി. എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് ഇന്നലെയും ഇന്നും വിശദമായി വാഹനം പരിശോധിച്ചു. ഈ വാഹനം പരിശോധിച്ചതിൽ നിന്നും വ്യക്തമായ കാര്യം ബ്രേക്കിന് തകരാറുകൾ ഇല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ബസ്സിന് മറ്റ് യന്ത്ര തകരാറുകളും കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവറുടെ അനാസ്ഥയാണ് ഈ ഒരു അപകടത്തിന് കാരണമായത് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പുള്ളത്. അതോടൊപ്പം തന്നെ ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാരണം ഈ ഒരു അപകടം നടന്ന സമയത്ത് വാട്സപ്പിൽ ഈ ഡ്രൈവറുടെ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അത് കൃത്യമായി അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കുന്നതിനായി സൈബർ വിഭാഗം ഇപ്പോൾ പോലീസിലെ സൈബർ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഡ്രൈവർക്കെതിരെ ഇപ്പോൾ ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള അനാസ്ഥ കണ്ടെത്തുകയാണെങ്കിൽ മറ്റ് വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർക്കും എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ അപകടത്തിൽ മരിച്ച നേദ്യയുടെ മൃതദേഹം ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. പൊതുദർശനം പൂർത്തിയായി. കുറുമാത്തൂർ ചിന്മയ സ്കൂളിലും ഈ നേദ്യ പഠിച്ച സ്കൂളിലും അതിനുശേഷം വീട്ടിലുമായിരുന്നു പൊതുദർശനത്തിന് വെച്ചത്. ആയിരങ്ങളാണ് നേദ്യക്ക് ഈ അന്ത്യോപചാരം അർപ്പിക്കുന്നതിനായി പ്രമുഖർ ഉൾപ്പെടെയുള്ള ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. ഇപ്പോൾ ശവസംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയാകാറായിട്ടുണ്ട്. അനന്യ, കണ്ണൂർ വളക്കയിലെ സ്കൂൾ ബസ് അപകടത്തിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തത്. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്.